വിവിധ സാമുദായിക സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും ദേശീയ ആധ്യാത്മിക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. വാളകം ജംഗ്ഷനിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. വാളകത്ത് ഹൈന്ദവ സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ക്ഷേത്ര സമിതികളുടെയും ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാ ഭാരതീയരുടെയും പാരമ്പര്യം ഒന്നാണെന്നും ഭാരതത്തിന്റെ വൈഭവത്തിനു വേണ്ടി ഒന്നായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മുടെ കേരളത്തിലും ആ സേതു ഹിമാചലം എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ ഹിമാലയം തൊട്ട് സേതു വരെ. ഏതാ സേതു? അന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പോകാൻ കിട്ടിയ സേതു തന്നെ. കച്ച് മുതൽ കാമരൂപ് വരെ എല്ലായിടത്തും ഈ കാലയളവിൽ ഇങ്ങനൊരു ഉണർത്തുപാട്ടായി ഒരുമയുടെ പെരുമയുടെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഏകതാ സമ്മേളനം നടക്കുകയാണ്. സനാതനധർമ്മം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സനാതനം എന്നതിന് സന എന്നതിന് എല്ലായ്പ്പോഴും എന്നും തന എന്നതിന് നിലനിൽക്കുന്നത് എന്നുമാണ് ആ വാക്കിന്റെ പദം. കാലത്തിന്റെ പ്രവാഹത്തിനിടയിൽ തകരാതെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന മൂല്യവത്തായ മഹത്തായ ഒരു ദർശനമാണ് സനാതനം എന്ന് പറയുന്നത്. വൈകിട്ട് വനമാല നാരായണീയ സമിതി മേക്കടമ്പ്, കൃഷ്ണതീർത്ഥം നാരായണീയ സമിതി റാക്കാട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ നാരായണീയ പാരായണവും നടന്നു. തുടർന്ന് ശ്രീ പൂർണ്ണ വയലിൻ സംഗീത വിദ്യാലയത്തിലെ പാർവതി, കാശിനാഥ്, അരുൺകുമാർ എന്നിവർ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും നടന്നു. പൊതുസമ്മേളനം പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഇതിനെ ക്ഷണിക്കുമ്പോൾ ഞാൻ കരുതിയത് വാളകത്ത് മാത്രം നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് വത്സമാഷ പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നടത്തുന്നുണ്ടെന്ന്. അതൊരു വലിയ വലിയ കാര്യമാണ്. കാരണം എല്ലാ പഞ്ചായത്തുകളിലുള്ള ഈ ഒരു ഏകതാ സമ്മേളനം നടത്തുമ്പോൾ ഇതിലൂടെ ഒരുപാട് പേര് അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരുപാട് പേര് ഒരുമിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ തുടക്കമായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത് വലിയ വലിയൊരു അംഗീകാരം എഴുതുന്നു. അത് ഏറ്റവും വലിയ സന്തോഷം. കുറെ നാളിന് ശേഷമാണ് ഇന്ന് ഞാൻ ഇറങ്ങാൻ നേരത്തെ പതിവില്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഞാനും കൂടെ വരട്ടെ, അവിടെ എന്താണെന്ന് എനിക്കൂടെ കാണാമല്ലോ എന്ന്. അഭിമാനത്തോട് പറയുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ആളുകൾ. സ്വാഗത സംഘം അധ്യക്ഷൻ അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ലാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി, കല, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർ തമന്ന ഷേണായ്, ഡോക്ടർ കെ രമേശൻ, PR വിജയൻ, TH ശ്രീശങ്കർ, ഗോപാലൻ വാദ്യാർ, വസുധ, സുഭാഷ് രാധേശ്യാം, സജീവൻ ഗോകുലം, നിരഞ്ജന അനിൽ എന്നിവരെ വത്സൻ തില്ലങ്കേരി ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജീഷ് ശ്രീധർ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി NV ഭാനുമതി, SNDP യോഗം വാളകം ശാഖാ പ്രസിഡന്റ് TK മുരളീധരൻ, യോഗക്ഷേമ സഭ മൂവാറ്റുപുഴ ഉപസഭാ പ്രസിഡന്റ് IS വാസുദേവൻ, NSS കുന്നയ്ക്കാൽ കരയോഗം പ്രസിഡന്റ് TN വിജയൻ, മേക്കടമ്പ് കരയോഗം സെക്രട്ടറി അജയ് ഘോഷ്, ഗണക മഹാസഭ സംസ്ഥാന ബോർഡ് മെമ്പർ R രാജൻ, KMSS കോളാത്തുരുത്ത് ശാഖാ പ്രസിഡന്റ് PK ചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശി, മാതാ അമൃതാനന്ദമയി സത്സംഗ സമിതിയുടെ KT മോഹനൻ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് MS രാജീവ്, TS ഭാസുരംഗൻ, ജോയിന്റ് ജനറൽ കൺവീനർ KC ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.
സമ്മേളനാനന്തരം മേക്കടമ്പ് ശ്രീഭദ്ര കലാസമിതി അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു. സമ്മേളന നഗരിയിൽ പുസ്തകമേളയും സാംസ്കാരിക പ്രദർശനിയും നടന്നു. അന്നദാനത്തോടെയാണ് കാര്യപരിപാടികൾ അവസാനിച്ചത്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.